CRP കേരളം ഭരിക്കുമോ? പിണറായി വിജയനാണ് ചോദിക്കുന്നത്. അങ്ങേര് വെറുതെ പേടിക്കുകയാണ്. ഈ അങ്ങേർക്ക് അറിഞ്ഞുകൂടാത്തൊന്നുമല്ല CRP. അങ്ങേരുടെ പത്രസമ്മേളനത്തിൽ ശ്രദ്ധിച്ചു, ഒറ്റത്തവണയെ CRPF എന്ന് പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയെല്ലാം CRP. കാര്യം എന്താണെന്ന് വെച്ചാൽ CRP ഒരു തലമുറയിൽപ്പെട്ട മലയാളികൾക്ക് വളരെ പരിചിതമായ ഒരു പേരാണ്. ചട്ടിത്തൊപ്പിക്കാരെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും പണ്ട്. CRP പലതവണ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പുലി ഇറങ്ങി എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. CRPക്ക് CRPയുടെ ചില ചട്ടങ്ങളും മര്യാദകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഗവർണറുടെ സുരക്ഷ അവരെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഉത്തരവ് DGPക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കിട്ടി. അപ്പോൾ ശരി, കിട്ടിക്കഴിഞ്ഞാൽ അവരാലോചിച്ചിട്ട് എവിടം വരെ എത്ര വരെ എന്നൊക്കെ തീരുമാനിക്കും. ആ സ്ഥലത്തുള്ള ക്രമസമാധാനം CRPയുടെ കയ്യിലായിരിക്കും. ഗവർണർ പോകുമ്പോൾ ഗവർണർക്ക് ചുറ്റുമുള്ള അതിൻ്റെ വിസ്തൃതി അവർ തീരുമാനിക്കും. അവിടുത്തെ ക്രമവും സമാധാനവും ഒക്കെ CRPFൻ്റെ കയ്യിലായിരിക്കും. പച്ചയ്ക്ക് പറഞ്ഞാൽ തല്ല് കിട്ടും. ഗവർണറെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് അടിച്ച് കാലൊടിച്ച് താഴെയിടും. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് സുനിൽ, എന്താണ് നിങ്ങളുടെ പ്രശ്നം ഗവർണറുമായിട്ട്? ഗവർണർ ബില്ലുകൾ ഒപ്പിടുന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ CPM അല്ലേ സമരത്തിനിറങ്ങേണ്ടത്? SFIക്ക് എന്താ ബില്ല് ഒപ്പിടുന്നിടത്ത് കാര്യം? ചാൻസലർക്ക് എതിരെ ശരി, ഞാൻ പറയട്ടെ, ചാൻസലർ നിങ്ങളുടെ പഠനവുമായിട്ടോ ഒരു ബന്ധവുമില്ല ചാൻസലർക്ക്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാനും 6 വർഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്നു, കേരള യൂണിവേഴ്സിറ്റി. അന്ന് വൈസ് ചാൻസലർ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാനല്ല, എൻ്റെ കൂടെ അന്നുകൊണ്ട് ഈ പണ്ടാരക്കെട്ട് മുഴുവൻ SFI, ABVP, KSU, KCM, മാണി ഗ്രൂപ്പിൻ്റെ വിദ്യാർത്ഥി സംഘടന അന്ന് ഭയങ്കര, എൻ്റെയൊക്കെ കോളേജിൽ വലിയ കട്ടയന്മാരവരാണ്. അവരെ പേടിച്ചിട്ടേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ നേതാവ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വാത്സല്യമുള്ളവനായതുകൊണ്ട് ഇല്ലിക്കനെന്ന് പറയും. ഇല്ലിക്കനെ എല്ലാവർക്കും പേടിയാണ്. പക്ഷേ ഇല്ലിക്കൻ ഇങ്ങനെ കൈയൊന്ന് പൊക്കി പിടിക്കുക, അടിയിൽ കൂടെ ഇങ്ങനെ പൊക്കോളാൻ പറയും. ഇല്ലിക്കൻ എന്നുള്ള സ്നേഹം കൊണ്ട്. ഞാനാണെങ്കിൽ എലി പോലെ പിറക്കി ഇവർ തമ്മിൽ അടിക്കണം. സൈക്കിൾ ചെയിനൊക്കെ വെച്ചല്ലേ അടിക്കുന്നത്. എൻ്റെ ദൈവമേ, എന്തായിരുന്നു അന്നത്തെ അടി! അതിൻ്റെ 10-ലൊന്നും ഇപ്പോൾ അടിക്കുന്നില്ല. പക്ഷേ അന്നും ഒരു വിദ്യാർത്ഥി സംഘടനയും വൈസ് ചാൻസലർ ആരാണെന്നോ ചാൻസലർ ആരാണെന്നോ ഒന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല. നമ്മുടെ മുമ്പിൽ നമ്മുടെ പ്രിൻസിപ്പൽ ഇതാണ്, കൂടി വന്നാൽ ടാർഗറ്റ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ അന്യോന്യമുള്ള ടാർഗറ്റ് SFI ആണോ, കണ്ടാൽ തല്ലണമെന്ന് KSU, നേരെ തിരിച്ച് KSUവിനെ കിട്ടിയ തല്ലും എന്ന് SFI. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് വൈസ് ചാൻസലറുടെ നേർക്കും ചാൻസലറുടെ നേർക്കും ഒക്കെ എന്തിനാണ് ഈ ബഹളം? സംഘികളെ ക്യാമ്പസിൽ കയറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പ്രശ്നം. പറയുന്നുണ്ടോ? അതാണ് പ്രശ്നം. ഒളിച്ചു വെക്കുന്നില്ല. സംഘീയ ഗവർണർ, ഇതാണ് പ്രശ്നം. അത് സഹിക്കുകയല്ല, അത് വേറെ നിവൃത്തിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനതുകൊണ്ടാണ് പറയുന്നത്, ഈ പിള്ളേരെ ഇറക്കി പിണറായി വിജയൻ അനാവശ്യമായിട്ട് ഗവർണറെ പ്രകോപിപ്പിക്കുക, മോശപ്പെടുത്തുക, എന്തെല്ലാം അശ്ലീലമാണ് ഗവർണർക്കെതിരെ ക്യാമ്പസുകളിൽ എഴുതി വച്ചിരിക്കുന്നത്. അയാൾ പിണറായിയുടെ തന്നെ പിള്ളേരല്ലേ നശിച്ചു പോകുന്നത് ഈ സംസ്കാരത്തിൽ. നിങ്ങൾ നിങ്ങളുടെ തന്നെ പിള്ളേരെ നശിപ്പിക്കുകയും ഗുൽമോഹർ കളിയിൽ ഏർപ്പെടുത്തിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തൊരു കഷ്ടമാണ്, ഒരു തലമുറയെ മൊത്തം. എന്നിട്ട് ഇന്നലെ വലിയ അനാലിസിസ് നടക്കുന്നു TV-യിൽ, ഏതോ ഒരു TV-യിൽ ഞാൻ കണ്ടു. ഈ ആൾക്കാർ പിള്ളേരൊക്കെ സ്ഥലം വിടുകയാണില്ല. കോളേജ് പിള്ളേർ കോളേജ് കഴിഞ്ഞാൽ സ്ഥലം വിടുകയാണ്. കാനഡയിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക്, യൂറോപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? നമ്മൾ കാശ് മുടക്കി സബ്സിഡൈസ് ചെയ്ത് നമ്മുടെ കോളേജിൽ പഠിപ്പിച്ചിട്ട് സായിപ്പിൻ്റെ ജോലിക്ക് ആളെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. സായിപ്പിന് വേറെ ഒന്നും വേണ്ട, റിക്രൂട്ട് ചെയ്യുക മാത്രം. എല്ലാ ക്വാളിഫിക്കേഷൻ സംഗതിയൊക്കെ ഉണ്ട്. 10 പൈസ അവൻ മുടക്കിയിട്ടില്ല പിള്ളേരെ പഠിപ്പിക്കാൻ. ജോലി ചെയ്യുന്നവനും ശമ്പളം കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാം പോവുകയും കേരളം വയസ്സന്മാരുടെ നാടായിട്ട് മാറുകയും ചെയ്യും. ഇന്ത്യ ചെറുപ്പക്കാരുടെ ഇത് സമീപ ഭാവിയിൽ നടക്കാൻ പോവാണ് കേരളത്തിൽ. ഇതുപോലെ 70കളിൽ ഞാനൊക്കെ ഈ ക്ഷുഭിത യൗവനങ്ങൾ എന്ന് പറയുമല്ലോ, വസന്തത്തിൻ്റെ ഇടിമുഴക്കം, മാവോയുടെ, K. വേണു, വെള്ളത്തൂവൽ സ്റ്റീഫൻ, ഫിലിപ്പ് M. പ്രസാദ് ഒക്കെ കളിക്കുന്ന കാലം, വലിയ രോമാഞ്ചമണിയുന്ന ക്ഷുഭിത യൗവനങ്ങൾ. അതുകൂടാതെ M. മുകുന്ദനും കാക്കനാടനും ഒക്കെ ചേർന്നിട്ട് ചരസ്, ചാരായം, ഇതിൻ്റെയൊക്കെ പ്രചാരം, അവരുടെ നോവലിലൂടെയൊക്കെ അസ്തിത്വ ദുഃഖം, എന്തൊക്കെയോ സായിപ്പന്മാരുടെ പേരുകളൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരുന്നു. ഇതിലൊക്കെ പെട്ടുപോയ, പല വിധത്തിൽ പെട്ടുപോയ ആൾക്കാരാണ് ഞങ്ങളുടെ തലമുറ. ഞാൻ RSSകാരനായതുകൊണ്ട് ടെംപ്റ്റേഷൻ ഉണ്ടായിട്ടും അതിൽ പെട്ടില്ല.
ബട്ട് സീരിയസ് ടെംപ്റ്റേഷനാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഇത് കേൾക്കുമ്പോഴും ഇപ്പോൾ എടുത്ത് ചാടാൻ തോന്നും. ചാടാതെ ഒരു കൊളുത്ത് എൻ്റെ പുറകിൽ കിടന്നിരുന്നു. ഈ കൊളുത്ത് പൊട്ടിച്ച് ചാടിയാലോ എന്ന് പലപ്പോഴും തോന്നും. അതാണ് അതിൻ്റെ പ്രലോഭനം. ഇപ്പോൾ ഈ ഗുൽമോഹർ പ്രലോഭനമില്ലേ, ഇതുപോലത്തെ ചെറുപ്പത്തിൻ്റെ പ്രലോഭനം. അപ്പോൾ അന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പിൽക്കാലത്ത് തുറന്ന് സമ്മതിച്ചു, ഞങ്ങളിങ്ങനെയൊക്കെ ചരസ് ചാരായം എന്നൊക്കെ പറഞ്ഞ് തെക്കുടൊക്കെ വന്നപ്പോൾ തലയ്ക്ക് വെളിവുള്ള ഭൂരിപക്ഷം പിള്ളേരും 70കളിൽ ഗൾഫിലേക്ക് കുടിയേറി രക്ഷപ്പെട്ടു. അവരാണ് കേരളത്തിന് ചെലവിന് തരുന്നത്, ഞങ്ങളല്ല. ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ ഒരു തൊഴിലും ഇല്ലാതെ തേണ്ടി പണ്ടാറടങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ വീക്ഷണത്തിൽ CP ശ്രീധരൻ വിളിച്ചതാണ്, 300 രൂപ ബാലേന്ദ്രൻ നീ ഇവിടെ ഇടിക്കും, 300 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഒരു ഉപജീവനം ഉണ്ടാക്കി തന്നത് ആ മനുഷ്യനാണ്. ആ നന്ദി എനിക്ക് എപ്പോഴും ഉണ്ട് എന്ന് ബാലേന്ദ്രൻ പറയാറുണ്ട്. അപ്പോൾ നോക്കും, ഞങ്ങളുടെ തലമുറ വാസ്തവം പറഞ്ഞാൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയൊരു തലമുറയാണ് എൻ്റേത്. ഞാൻ ആ തലമുറയിൽ പെട്ടവനായതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ നാശനഷ്ടം ഉണ്ടാക്കിയെന്നുള്ള ചോദിച്ചു, അതിൻ്റെ കൂട്ടുത്തരവാദിത്വം എനിക്ക് കൊണ്ടില്ല. ഇതൊക്കെ ചെയ്താണ്. ഇപ്പോൾ വേറൊരു തരം നാശം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. SFI ഇവർക്ക് ജോലി കിട്ടും, കാരണം പിൻവാതിൽ നിയമനം കിട്ടും. അതെ, തമ്പുരാനുണ്ട് അവിടെ. തമ്പുരാൻ ഇവരെയൊക്കെ മറ്റേ മാർക്ക് ദാനം കലാപരിപാടികളൊക്കെ പരീക്ഷ ജയിപ്പിക്കുകയും ചെയ്യും, എന്തും ചെയ്യും. എന്നിട്ട് പിൻവാതിൽ നിയമനം നടത്തും, പിന്നെ അത് റെഗുലറൈസ് ചെയ്യും. ഇവർ സേഫാകും. കുറക്കാലം കഴിയുമ്പോൾ കേരളത്തിൽ ഈ കളവന്മാരും സർക്കാർ ഉദ്യോഗസ്ഥരും മാത്രമാകും മലയാളികൾ. ബാക്കിയുള്ളതെല്ലാം പുറത്തുനിന്നാകും. ഇപ്പോൾ കഷ്ടിച്ച് സംരക്ഷിച്ച് ഇവർ പാർട്ടിക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന 2-3 മേഖലകളുണ്ട്. ചുമട്ട് തൊഴിലാളി, അവിടെ ബംഗാളിക്ക് പ്രവേശനമില്ല. ചുമട്ട് തൊഴിലാളി കണ്ടിട്ടുണ്ടോ? ബംഗാളി ഇല്ല. ഓട്ടോറിക്ഷ തൊഴിലാളി നോ, പറ്റില്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ബംഗാളിയെ കാണാൻ പറ്റില്ല. ബട്ട് സ്ലോലി ഈ സാധനം അവസാനിക്കും. കാരണം ഈ തലമുറയ്ക്ക് വയസ്സായി കഴിഞ്ഞാൽ ഇയാളുടെ മകൻ ഓട്ടോറിക്ഷ തൊഴിലാളിയാവില്ല, ചുമട്ട് തൊഴിലാളിയാവില്ല. കാരണം അവന് ഓൾറെഡി പിൻവാതിൽ നിയമനം കിട്ടിക്കഴിഞ്ഞു. അതെ, ചുമട്ട് തൊഴിലാളിക്കും പിൻവാതിൽ നിയമനം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ ചുമടെടുക്കാനായിട്ട് ബംഗാളി, ബംഗ്ലാദേശി ഇവരെല്ലാം വന്നു തുടങ്ങും. അവിടുത്തെ ബംഗാളിലെ അപ്പോഴേക്ക് ഏരിയ സെക്രട്ടറി ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോഴേക്ക് എൻ്റെയൊക്കെ തലമുറ കുറേശ്ശെയായിട്ട് മരിച്ച് തീർന്നു പോകും. ഇതിപ്പോൾ അധികകാലം നിൽക്കും, പെട്ടെന്ന് ഈ മാറ്റം വരും. നോക്കിയിരിക്കും. എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആയിരിക്കും ഇത് സംഭവിക്കുന്നത്. ഇതാണ് കേരളം. ഇത് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ പിള്ളേരെ നിലയ്ക്ക് നിർത്തേണ്ട മുഖ്യമന്ത്രി അവരെ അഴിച്ചു വിടുകയാണ്. അതെ, ഇപ്പോൾ ഞാൻ പറയാണ്, CRPFന് ബലി കൊടുക്കാൻ പോവാണ്. അതെ, പിണറായിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ ഇതൊന്നും പേടിക്കണ്ട, CRPFന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പോയി പണി വിവരം കിട്ടവനൊക്കെ. ഞാൻ പറയട്ടെ, തമിഴ്നാട് പോലീസിന് ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യാമോ? തമിഴ്നാട് പോലീസിന് ഇവിടെ വന്ന് തല്ലാമോ? കുറേ കാലം മുമ്പ് BJPക്കാർ ജയലളിതയ്ക്കെതിരെ സമരം ചെയ്തു. ജയലളിത ഗുരുവായൂർ വരുന്നു. അന്ന് ഇവർ തമ്മിൽ ഉടക്കാം, രാഷ്ട്രീയത്തിൽ ഇടയ്ക്ക് ഉടക്കം പിന്നെ കൂടും, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അന്ന് ADMK ആയിട്ട് വഴക്കാണ്. DMK ആണ് BJPയുടെ സുഹൃത്ത്. അപ്പോഴാണ് ജയലളിത ഗുരുവായൂർ തൊഴാൻ വരുന്നു. ജയലളിതയെ കരിങ്കൊടി കാണിക്കും, ഹിംസിച്ചു കളയെന്നൊക്കെ പറഞ്ഞ് BJPക്കാർ. ജയലളിത നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി. എന്നിട്ട് ഇവിടെ ഗുരുവായൂർ ആണ് പോകേണ്ടത്, പറവൂർ കൊടുങ്ങല്ലൂർ വഴിക്കാണ് പോകുന്നത്. കൂനമ്മാവിൽ വെച്ച് BJPക്കാർ കൊടി കാണിച്ചു, മുദ്രാവാക്യം വിളിച്ചു. തമിഴ്നാട് പോലീസ് തല്ലിയവരെ. ഇവർക്ക് എസ്കോർട്ടായിട്ട് തമിഴ്നാട് പോലീസ്, അതായത് നെടുമ്പാശ്ശേരിയിൽ 2 ദിവസം മുമ്പേ തന്നെ തമിഴ്നാട് പോലീസ് അവരുടെ ജീപ്പുമായിട്ട് വന്ന് ക്യാമ്പ് ചെയ്യുകയാണ്. കേരള പോലീസ് അല്ല, അതിന് പുറമെ അതിനിപ്പോൾ കേരള പോലീസ് ഉണ്ട് ഒരു വഴിപാടിന്. അവരെ വിശ്വസിക്കും. തമിഴിന് വിശ്വാസമില്ല ഇവൻ സുരക്ഷ കൊടുക്കുന്നു. തമിഴൻ ഒരു ജീപ്പ് നിർത്തിയിട്ട് കൂനമ്മാവിൽ BJPക്കാരെ തല്ലി. ബാക്കി ജീപ്പുകൾ ജയലളിത പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് BJPക്കാർ കൊടുത്തു അടി. ഇതും കഴിഞ്ഞ് ഗുരുവായൂർ പോയി. ഗുരുവായൂർ ചെന്ന് കഴിയുമ്പോൾ വലിയ നേതാക്കൾ, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് നമ്മുടെ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനൊക്കെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് അടിച്ച്, എൻ്റെ ദൈവമേ, രാത്രി ഗോപാലകൃഷ്ണൻ എന്നെ വിളിച്ചു, എൻ്റെ ബുനി ചേട്ടോ എന്തൊരു അടിയാണ് തമിഴൻ്റെ. ഞാൻ പറയും, താൻ എന്തിനാണ് അവിടെ? അതിപ്പോൾ പാർട്ടിയുടെ ഒരു സംഗതി ശരിയാണെങ്കിലും അടി കിട്ടി കഴിയുമ്പോഴുള്ള വേദനയാണ്. തമിഴ്നാട് പോലീസ് കേരളത്തിൽ വന്ന് തല്ലുകയാണ്. എന്നിട്ട് ജയിലിൽ തിരിച്ച് നെടുമ്പാശ്ശേരിയിൽ വന്ന് മാന്യമായിട്ട് കയറിപ്പോയി. തമിഴ്നാട് പോലീസ് വാളയാർ വഴി അവരും തിരിച്ചു. നമ്മുടെ പോലീസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. കനകമല ഓപ്പറേഷൻ NIA വന്നില്ലേ? NIA വന്നത് എവിടെ നിന്നാ? NIA ഡൽഹി, NIA ഹൈദരാബാദ്, ഇവർ തമിഴ്നാട് Q ബ്രാഞ്ച്. ഇവർ വന്നു 1 മണിക്കൂർ മുമ്പ് കേരള പോലീസിനെ അറിയിച്ചു, ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കനകമലയ്ക്ക്. ആ 1 മണിക്കൂറിനുള്ളിൽ ഒരു 150 പേരെ കേരള പോലീസ്, അവർക്കറിയാം കേരള പോലീസ് ഈ വാർത്ത ചോർത്തു തന്നു. 150 പേര് അറസ്റ്റ് തടയാനായിട്ട് കനകമല.
അവരെ ലാത്തി ചാർജ് ചെയ്തു. ആ ലാത്തി ചാർജ് കേരള പോലീസ് തന്നെയാണ് ചെയ്തത്. അവർ അടിച്ചു മാറ്റിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ കയറി അടിക്കും. അവൻ്റെ അടി എന്ന് പറഞ്ഞാൽ കണിച്ചൊരയില്ലാത്ത അടിയാണ്. അതിലും ഭേദം ഇവർ തല്ലുന്ന തൻ്റെ ആളല്ലേ താൻ തല്ലി മാറ്റിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വഴിയൊരുക്കിയിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് പോലീസ് അബ്ദുൽ നാസർ മദനിയെ പിടിച്ചതാരാ? തമിഴ്നാട് ക്യൂ ബ്രാഞ്ചാണ് കോഴിക്കോട്. അന്ന് കോഴിക്കോട് ടൗൺ സർക്കിൾ ഇൻസ്പെക്ടർ, ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി, എ വി ജോർജാണ് മദനിയെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ക്യൂ ബ്രാഞ്ചിനെ അറിയിച്ചു. ക്യൂ ബ്രാഞ്ച് കോഴിക്കോട് വന്നിട്ട് മദനിയെ കൈമാറിയിട്ട് അവർ കൊണ്ടുപോയി കോയമ്പത്തൂർ ബ്ലാസ്റ്റ് കേസിൽ. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് പോലീസ്? ചുമ്മാ പിണറായി വിജയൻ പൊങ്ങച്ചം പറയുള്ളൂ. എനിക്ക് പറയാനുള്ളത് SFIക്കാരോടാണ്. റോട്ടിൽ കിടന്ന് അടികൊണ്ട് അട്ട ചുരുളുന്ന പോലെ ചുരുളും പിള്ളേർ. എന്നിട്ട് പിന്നെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടേണ്ടി വരും. വേണ്ടാതിനൊന്നും പോകണ്ട. നിങ്ങൾക്ക് ചാൻസലറും വൈസ് ചാൻസലറുമായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. നിങ്ങളുടെ കോളേജ് നേരെ നടത്തിക്കൊണ്ട് പോകാൻ നോക്കുക. ഈ വൃത്തികേടൊക്കെ നിർത്തിയിട്ട് മര്യാദയ്ക്ക് പഠിക്കാൻ നോക്കുക. നിങ്ങളുടെ ഭരണമാണ്. നിങ്ങൾക്ക് ദോഷമായ ഒരു കാര്യം ഉണ്ടാവാതെ ഭരണം നോക്കിക്കോളും. നിങ്ങൾ രാജ്യത്തെ മതേതരത്വം രക്ഷിക്കാൻ നിങ്ങൾക്ക് ഈ 17-18 വയസ്സുള്ള ചെറുപ്പക്കാർ വിചാരിച്ചാൽ ഒരു മതേതരത്വം രക്ഷിക്കാൻ പറ്റില്ല. പോലീസിൻ്റെ തല്ലുകൊള്ളാമെന്നുള്ള ഒരു പ്രയോജനവുമില്ല. മതേതരത്വമൊക്കെ അതിലേക്ക് അപ്പുറത്താണ്. വേണ്ടാത്തതിന് പോകാതിരിക്കുക. ഈ പിണറായിക്ക് SFIക്കാരുടെ സ്നേഹമില്ല. എനിക്ക് തോന്നിയത് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ഒന്നും പേടിക്കേണ്ട മക്കളെ കയറിപ്പൊക്കോ എന്ന് പറയുന്ന പോലെ തോന്നിയത്. അടികൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ബലിയാടുകളാവത്തില്ലേ? അല്ല, അതിലും പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ്. പിണറായിക്ക് ഒരു ചെറുക്കൻ ചത്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു രക്തസാക്ഷിയെ കിട്ടി. ഉടനെ ഒരു രക്തസാക്ഷി മണ്ഡപം. അതിൻ്റെ പിരിവ്, അഭിമന്യു പിരിവ് നടത്തിയില്ലേ? രൂപ എത്ര കിട്ടിയെന്നറിയാമോ? ഒരു കൊച്ചു വീട് വെച്ചു കൊടുത്തു. അത് കൊടുത്തിട്ട് അതിൻ്റെ ചുമതല അങ്ങ് തീർത്തു. ബാക്കി കാശ് എവിടെ? പാർട്ടി മന്ദിരം ഉണ്ടാക്കി, ആസ്ഥാനം ഉണ്ടാക്കി. അപ്പോൾ ഈ പാർട്ടിയെ സമയത്തോളം ഒരു രക്തസാക്ഷിയെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആഘോഷമാണ്. ഈ 1 മാസം മുമ്പ് ഗവർണറെ തടഞ്ഞല്ലോ. അന്ന് കുറേ പിള്ളേർ, ഒരു പെൺകുട്ടി അഫ്സല്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉൾപ്പെടെ ജയിലില്ല. ജാമ്യം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഇന്നലെ പിടിച്ചവർക്കും IPC 124 ചാർജ് ചെയ്യും. അപ്പോൾ ഇവരുടെ ഭാവി, ഗവർണറെ രാഷ്ട്രപതിയൊക്കെ തടയുക എന്ന് പറഞ്ഞാൽ വേണേ UAPA ഇടാവുന്ന വകുപ്പ് വരെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നേക്ക് വരാം. ഇങ്ങനെ വന്ന ഇവരുടെ ഭാവി എന്താ? നാളെ ഒരു പാസ്പോർട്ട് കിട്ടുമോ ഈ കുട്ടികൾക്ക് ഒരു ഗൾഫിൽ പോകാന്ന് വെച്ചാൽ? ഇതൊക്കെ ഓർക്കണ്ടേ? അവരും ഓർക്കണ്ടേ? അവർ ചുമ്മാ എടുത്ത് ചാടിയിട്ട് പിണറായിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് എടുത്ത് ചാടി. ഒന്നും പേടിക്കണ്ട മക്കളെ, CRP കേരളം ഭരിക്കാൻ പോകുന്നില്ല. അപ്പം CRP കേരളം ഭരിക്കാൻ പോകുന്നില്ല. പക്ഷെ ഗവർണർക്ക് ചുറ്റുമുള്ള സ്പേസ് ഉണ്ടല്ലോ, അതവർ തന്നെ ഭരിക്കും. കേരളം ഭരിക്കാൻ CRPക്ക് തലയ്ക്ക് വട്ടാണോ? പിണറായിയെ കേട്ടാൽ SFIക്കാർ കൊണ്ടറിയും. വീട്ടുകാരും അറിയുന്നത് നല്ലതാണ്. മക്കളെ പഠിക്കാൻ വിട്ടാൽ പഠിക്കാൻ വിടണം. അത് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞല്ലോ, മര്യാദയ്ക്ക് പഠിക്കുമെന്നൊക്കെ. കുറച്ച് പേർക്ക് ജാമ്യം കൊടുക്കുമ്പോൾ ജാമ്യക്കാരൻ ഒരാൾ അച്ഛനോ അമ്മയോ ആയിരിക്കണം. 85% അറ്റൻഡൻസ് നിങ്ങൾ ഉറപ്പ് വരുത്തണം. പിള്ളേരെ കൗൺസിലിങ്ങിന് വിടണം. നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുമോ എന്ന് പിള്ളേരോട് ചോദിച്ചു. പൊക്കോളാമേ, എങ്ങനെയെങ്കിലും എന്നെ തുറന്നു വിട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ പിള്ളേരുണ്ട്. പിറ്റേ ദിവസം വീണ്ടും സമരത്തിന് പോകും. ഇപ്പോൾ അയാൾക്ക് വലിയ സ്വീകരണം കിട്ടുന്നു. ഒരു ചുവന്ന മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് കൊണ്ടുപോകും ജാഥയായിട്ട്. ഇത് മാലയിട്ട് പണ്ട് ആളുകളെ ബലി കൊടുക്കാൻ, കുരുതി കൊടുക്കാൻ കൊണ്ടുപോകുന്നു പറഞ്ഞ പോലെ ഒരു ചുവന്ന മാലയൊക്കെ ഇട്ട് പിണറായി പറഞ്ഞു വിടുന്നത് ഇങ്ങോട്ടാണ്. കാരണം ഇവരുടെയൊക്കെ മക്കൾ അവിടെയാണ്. അവർക്ക് IT കമ്പനിയും വിദേശത്ത് ജോലിയും ഒക്കെ ഉണ്ട് നേതാക്കന്മാരുടെ മക്കൾക്ക്. ഈ പാവം കുഞ്ഞുങ്ങൾ എന്താ വരുന്നതെന്നറിയാതെ ഈ ബലിക്കോഴികളെ പോലെ പോവുകയാണ്. പോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൻ്റെ വിധി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.